ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2070. ഇന്ന് ഓഗസ്റ്റ് മാസം 31 ഈ ആണ്ടിലെ 243 ദിവസത്തിലെത്തി. ഈ ആണ്ടിലെ 8 മാസത്തിന്റെ ഒടുവിലത്തെ ദിനമാണ്. പത്രോസ് ശ്ലീഹ വെള്ളത്തിന് മീതെ നടന്നു. നമ്മുടെ കർത്താവ് നടക്കുന്നത് കണ്ട ഒരു ആഗ്രഹത്തിലും അതിലപ്പുറത്തൊരു ആവേശത്തിലും ആരംഭിച്ചതാണ്. അനുവാദം ചോദിച്ചിരുന്നു. ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ, പോരാൻ പറഞ്ഞതും കർത്താവാണ്. അങ്ങനെ കർത്താവ് വിളിച്ച വിളിക്കനുസരിച്ച് കർത്താവിനെ പോലെ വെള്ളത്തിന് മീതെ ചുവടുകൾ വെച്ച പത്രോസ്. പിന്നീട് അദ്ദേഹത്തിന് എന്തു പറ്റി? അദ്ദേഹം പിന്നെ എങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത്? ഓർത്തോണം, ആഗ്രഹം ആരംഭിച്ചത് പത്രോസിന്റെ ഉള്ളിൽ നിന്നാണ്. അതിനുമീതെ ആശീർവാദവും അനുഗ്രഹവും നൽകിയത് കർത്താവായ ക്രിസ്തുവാണ്. പോരാൻ പറഞ്ഞു, പോന്നോളാൻ പറഞ്ഞു, പോന്നോട്ടേം ചോദിച്ചു. എല്ലാം കൃത്യമായിരുന്നു. ചുവടുകൾ വെച്ച് പത്രോസ് നീങ്ങുന്നത് രോമാഞ്ചത്തോടെ നമുക്കും കാണേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ അധികം ആ ഭാഗത്തേക്ക് ഒന്ന് എത്തി നോക്കാത്തത്. പക്ഷേ പിന്നീട് പത്രോസിന്റെ കാലിടറുന്നുണ്ട്, ചുവടിന് താളം തെറ്റുന്നുണ്ട്, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുണ്ട്. ആ കൈകൾ മാത്രമെങ്ങണ്ട വെള്ളത്തിന് മേലെ. അല്പനിമിഷമാണ് കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായിട്ട് മുങ്ങിയനെ. കൂടെ പടകിലുണ്ടായിരുന്ന അവരാരും തന്നെ ഇടപെട്ടില്ല എന്നുകൂടി ഒന്ന് ഓർക്കേണ്ടതായിട്ടോ. അവര് ശരിക്കും നിസ്സഹായരാണ്. അവരും ഈ പത്രോസും അല്പനേരം മുമ്പ് വരെ മരണഭയത്തിന്റെ അങ്ങേ കയത്തിൽ ഇറങ്ങിപ്പോയവരാണ്. ഈ യാത്രയുടെ 4ാം യാമം വരെ പ്രതികൂല കാലാവസ്ഥയിൽ കർത്താവില്ലാത്തൊരു വള്ളം തുഴഞ്ഞ് ആകെ കേടുപാടുകൾ പറ്റിയവരാണ്, മനസ്സിനും ശരീരത്തിനും സ്വപ്നങ്ങൾക്കുമൊക്കെ. അതിലൊരുവന്റെ എടുത്തിയാട്ടമാണ് ഈ വെള്ളത്തിന് മീതെയുള്ള പോക്കൊക്കെ. വലിയ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അവനങ്ങനെ ചൂടുകൾ വെച്ച് നടക്കുന്നത് കാണുമ്പം അമ്പരപ്പും ആശ്ചര്യവും മാത്രമല്ല, കുറച്ചൊക്കെ അസൂയ ഉണ്ടായിരുന്നു. ധൈര്യം അവൻ ഇത്ര എവിടുന്ന് കിട്ടിയെന്ന്, ഈ സാമർഥ്യം മിടുക്കുമൊക്കെ അവൻ എവിടുന്ന് ഒപ്പിച്ചെടുത്തെന്ന്. ഗുരുവിന്റെ മുമ്പില് അവൻ എത്രയോ തങ്ങളെക്കാൾ മിടുക്കനായിരുന്നു. ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു പതനമൊക്കെ കേട്ടോ. എന്തായാലും അവർ ആഗ്രഹിച്ചാലും ഇല്ലേലും പത്രോസിന് കാലിടറി. അതോടുകൂടി പത്രോസ് മുങ്ങിപ്പോവുക. എന്നാൽ ഒന്നാന്തരം മീൻപിടുത്തക്കാരാണ്. വലയും വള്ളവും വെള്ളവുമായി നല്ല സ്വരച്ചേർച്ചയുള്ളവരാ. 11 പേരിൽ ആർക്കെങ്കിലുമൊക്കെ 1-2 പേർക്ക് ധൈര്യത്തോടെ അവനെ വെള്ളത്തിൽ ചാടാമായിരുന്നു. ഗുരുവും സമീപത്ത് നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ എല്ലാവരും കാഴ്ചക്കാരാണ് കേട്ടോ. ഒരാൾക്ക് ഒരു ആപത്ത് പിണയുമ്പം കാഴ്ചക്കാരാണ്. സാധിച്ചാല് അവനവന്റെ കാലുകൊണ്ടുകൂടി ഒരു ചവിട്ടിയ ഒരു സുഖവും കൂടിയാണ് കേട്ടോ. തളരുമ്പോഴും തകരുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഓരോരുത്തരും കണ്ടെത്തേണ്ടതും നിലനിർത്തേണ്ടതുമായ ഒരു ആത്മവിശ്വാസമുണ്ട്, ഒരു യേശുബോധമുണ്ട്. താരമായി തിളങ്ങുമ്പോൾ എല്ലാവരിലും ഒരു സ്വാഭാവിക ഊർജം ഉണ്ടാവും. പക്ഷെ ഒന്ന് താളം തെറ്റിയാൽ പലരും പകച്ചു നിൽക്കും. ചിലർ മാത്രം പിടിച്ചു നിൽക്കും. ചിലർ മാത്രം മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായത്തോടെയാണ് എല്ലാവരും വളരുന്നതും വലുതാവുന്നതും. പക്ഷെ സ്വന്തം നിലനിൽപ്പിന്റെ ഉത്തരവാദിത്വം മറ്റാരെയും നമ്മൾ ഏൽപ്പിക്കാൻ പാടില്ല. അവനവന്റെ വളർച്ചയുടെ ഉത്തരവാദിത്വം ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ പിന്നെ താഴെ വീഴാൻ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കാരണം മതി. ഈ ഒരു വെളിച്ചത്തിലേക്ക് പത്രോസിനോടൊപ്പം യേശുവിനോടൊപ്പം നമുക്ക് വേണ്ട. ആമേൻ.